പ്രിയമുള്ളവരെ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയാൻ ഇനി 6 നാൾ മാത്രം. 6 നാൾ കഴിഞ്ഞാൽ 7-ാം നാൾ വിധി വരും. തിങ്കളാഴ്ച എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പൾസ് സുനി ഉൾപ്പെടെ 10 പ്രതികളാണ് കേസിലുള്ളത്. 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം യുവനടിയെ പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം. കൃത്യം നടന്ന് 8.5 വർഷത്തിനു ശേഷം കേസിൽ വിധി പറയുമ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ഫെബ്രുവരി 17 രാത്രി 9:15 ദേശീയപാതയിൽ കൊച്ചി കറുകുറ്റിയിൽ വെച്ച യുവനടിയെ പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോയത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർന്നു. അന്ന് രാത്രി പി ടി തോമസ് നടത്തിയ നിർണായക ഇടപെടലാണ് ക്രൂരപീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തെത്തിച്ചത്. അതിജീവിതയുടെ വാഹനമോടിച്ച മാർട്ടിൻ ആന്റണിയിലൂടെ പ്രധാന പ്രതി പൾസർ സുനിയിലേക്ക് അന്വേഷണമെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ നടൻ ദിലീപിന്റെ കൊട്ടേഷനാണ് ഈ ബലാത്സംഗമെന്ന് വ്യക്തമായി. പിന്നീട് പ്രതികൾ ഒന്നൊന്നായി പോലീസ് വലയിലായി. കൃത്യം നടന്ന 6-ാം നാൾ പൾസർ സുനിയും ജൂലൈ 10 നടൻ ദിലീപും അറസ്റ്റിലായി. അതിജീവിതയോടുള്ള ഒടുങ്ങാത്ത വ്യക്തിവൈരാഗ്യമാണ് 8ാം പ്രതിയായ ദിലീപിനെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. ഇത് തെളിയിക്കുന്ന നിരവധി മൊഴികളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംവിധായകൻ ബാലചന്ദ്രകുമാർ റിപ്പോർട്ടറിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറി. 1-ാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കേസിൽ സാക്ഷികൾ മൊഴിമാറ്റിയതിന്റെ കാരണം മുതൽ ദിലീപിനെ കുരുക്കുന്നതുമായ നിരവധി തെളിവുകൾ റിപ്പോർട്ടർ പുറത്തെത്തിച്ചു. 261 സാക്ഷികളുള്ള കേസിൽ കഴിഞ്ഞ മാസം 25-നാണ് വിചാരണ നടപടികൾ പൂർത്തിയായത്. നടിയാക്രമിച്ച കേസിൽ അന്വേഷണം മുതൽ വിചാരണ വരെ എല്ലാം കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറി. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടം. ഒടുവിൽ 8.5 വർഷത്തിനു ശേഷം കേസിൽ വിധി പറയുമ്പോൾ നീതി പുലരുമെന്ന പ്രതീക്ഷയാണ് അതിജീവിതയ്ക്കൊപ്പം റിപ്പോർട്ടറിനും. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. മുഖം റോഷിപാലുണ്ട്. ഈ കേസിന്റെ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പമാണ് റിപ്പോർട്ടർ നിലപാടെടുത്തത്. കേസിന്റെ വിധി എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയായിരിക്കും കേരളം. റോഷിയുണ്ട്. റോഷി, ഇപ്പോൾ നമുക്കിനി 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിജീവിതയ്ക്ക് എന്നതുപോലെ തന്നെ കേരളത്തിനും ഉദ്യോഗത്തിനും അപ്പുറം ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് വിധി പറയാൻ, ആ വിധി കേൾക്കാനിരിക്കുന്നത്. അതും രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസിലാണ് വിധി പറയാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കേരളം ഇരിക്കുമ്പോഴും അതൊരു വേദനയായി ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ റിപ്പോർട്ടർ എടുത്ത നിലപാട്, റിപ്പോർട്ടർ ഈ കേസിന്റെ നാൾവഴികളിലൂടെ തെളിവുകളിലൂടെ പലതും തെളിവുകളായി നമ്മൾ പുറത്തുവിട്ട വാർത്തകൾ തെളിവുകളായി കോടതിയുടെ മുൻപിലെത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെയല്ലേ കേരളം പ്രതീക്ഷിക്കുന്നത്? ഋഷി അരുൺകുമാർ, ഇപ്പോഴും കേരളം ആകെ കാത്തിരിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ സമൂഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്നാണ്. 2017 ഫെബ്രുവരി 17 നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ നടി പിന്നീട് അനുഭവിച്ച വേദനകളുണ്ട്. ഏതാണ്ട് 5.5 വർഷക്കാലമാണ് ആ പെൺകുട്ടി മലയാള സിനിമയിൽ നിന്നും മാറി നിന്നത്. അങ്ങനെ മാറി നിന്ന ആ സിനിമാ താരം പിന്നീട് തിരിച്ചെത്തിയത് അതിജീവിതയായിട്ടാണ്. അത് റിപ്പോർട്ടറിലൂടെ 2021 ഡിസംബറിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ്. പോലീസ് രണ്ടാമത് നടത്തിയ അന്വേഷണം, ആ തുടരന്വേഷണത്തിന്റെ ഇടയിൽ റിപ്പോർട്ടർ തന്നെ നിരവധി തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പൊതുസമൂഹം ശക്തമായ പിന്തുണയുമായി രംഗത്തിറങ്ങിയതോടെ ആ പെൺകുട്ടി വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുകയായിരുന്നു. അങ്ങനെ ആ സജീവമായി മലയാള സിനിമയെ ആരാധിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും സഹതാപത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന, പക്ഷേ ഒരു കരുത്തിൻ്റെ പ്രതീകമായി മാറിയ അതിജീവിത, അവരുടെ കുടുംബം മാത്രമല്ല കേരളമാകെ വലിയ ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ നീതി ലഭിക്കണമെന്ന ഉറച്ച വിശ്വാസത്തിലും കാത്തിരിക്കുന്നത്.
ഈ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഈ കേസിലെ പ്രതികൾ അവർ കുറ്റകൃത്യം ചെയ്തു, അവർ ഗൂഢാലോചനയുടെ ഭാഗമായി എന്നടക്കം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ പലവട്ടം പുറത്തു വന്നതാണ്. അതുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ 8-ന് വിധി പറയുമ്പോൾ അത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കും ആ വിധിയിലൂടെ എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ TV തത്സമയം ആ വിധിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കേരളം കാത്തിരുന്ന വിധിയാണ്. റിപ്പോർട്ടർ TV ഈ കേസിന്റെ തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിന്നെടുത്ത നിലപാടുകൾ, നമ്മൾ പുറത്തുവിട്ട വാർത്തകളെല്ലാം പലപ്പോഴും റിപ്പോർട്ടർ TVക്കെതിരെ വലിയ തരത്തിലുള്ള പ്രചണ്ഡമായ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള 8-ാം പ്രതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും.